Hi students, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റംസ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് ബോർ മോഡലിനെ കുറിച്ചാണ്. പക്ഷേ നമുക്കറിയാം ബോർ മോഡൽ എന്ന് പറയുന്നത് ഓൺലി എ മോഡിഫിക്കേഷൻ ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. അതുകൊണ്ട് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ബോർ മോഡൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം റൂദർഫോർഡ് മോഡൽ എന്താണെന്ന് നോക്കാം. അതൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. റൂദർഫോർഡ് മോഡൽ പറയുന്ന പോയിൻറ്റ്സ് ഇതാണ്. ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് അതിൻ്റെ ടോട്ടൽ മാസും പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പോയിൻറ്റിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇൻ എൻ ആറ്റം ദ ഹോൾ മാസ് ആൻഡ് പോസിറ്റീവ് ചാർജ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയസ് ഓഫ് ദ ആറ്റം. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഇൻ സർക്കുലാർ ഓർബിറ്റ്സ്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സർക്കുലാർ ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ആൻഡ് ദ റിക്വയർഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദ മോഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ. അതായത് ഈ സർക്കുലാർ മോഷന് ആവശ്യമായുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. മനസ്സിലായില്ലേ? മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ടോട്ടൽ ചാർജ് ഓഫ് ദ ആറ്റം ഈസ് സീറോ, ദാറ്റ് ഈസ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. കാരണം ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും ഈക്വൽ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ന്യൂട്രൽ. അടുത്ത പോയിന്റ് പറയുന്നത് ഇതാണ്, സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ ആറ്റം. അതായത് ന്യൂക്ലിയസിൻ്റെ സൈസ് ആറ്റത്തിൻ്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ്. ആക്ച്വലി ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻14 മീറ്റർ ടു 10⁻⁻15 മീറ്റർ. ഓക്കെ, ആൻഡ് ദ സൈസ് ഓഫ് ദ ആറ്റം ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻10 മീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് റൂദർഫോർഡ് മോഡൽ എന്ന് പറയുന്നത്. റൂദർഫോർഡ് മോഡലിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് കൃത്യമായി പഠിച്ചു വെക്കണം, കാരണം അത് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ചോദിക്കും. ഓക്കെ, ഒന്നാമത്തെ ലിമിറ്റേഷൻ ഇതാണ്, റൂദർഫോർഡ് മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് എൻ ആറ്റം. അതായത് റൂദർഫോർഡ് മോഡലിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ ഇതാണ്, റൂദർഫോർഡ് മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ദ ഡിസ്ക്രീറ്റ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം. ഹൈഡ്രജനെ പോലെയുള്ള ആറ്റത്തിൻ്റെ ഡിസ്ക്രീറ്റ് ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡ് മോഡലിന് സാധിച്ചിട്ടില്ല. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് റൂദർഫോർഡ് മോഡലിന് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ആൻ ആക്സലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ മസ്റ്റ് റേഡിയേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം ഒരു ആക്സലറേറ്റിംഗ് ചാർജ് എല്ലായ്പ്പോഴും എനർജി എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. മനസ്സിലായില്ലേ? ഇനി നമുക്കറിയാം അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് ആർ മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ടാവും, ആക്സലറേഷൻ ഉണ്ടാവും. ആൻഡ് ആക്സലറേഷൻ ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ, ദാറ്റ് മീൻസ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. അതുകൊണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് എനർജി എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അതുകൊണ്ട് അവയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനർജി ലോസ് ചെയ്യും. അതുകൊണ്ട് ചാർജ് പാർട്ടിക്കിളിന് ഒരു കോൺസ്റ്റൻറ്റ് റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല, മറിച്ച് അത് മൂവ് ചെയ്യുന്നത് ഒരു സ്പൈറൽ പാത്തിലായിരിക്കും. ഓക്കെ, സ്പൈറൽ പാത്ത് മീൻസ് എ സർക്കുലർ പാത്ത് ഓഫ് ഡിക്രീസിങ് റേഡിയസ്. ഓക്കെ, അവസാനം അത് എവിടെ വന്ന് വീഴും, ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴും. ഓക്കെ, ഫൈനലി ഇറ്റ് ഷുഡ് കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ്. ഈ കാരണത്താൽ റൂദർഫോർഡ് മോഡലിന് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി നിങ്ങളോട് ചോദിക്കുന്നത് റൂദർഫോർഡ് മോഡലിന് എന്തുകൊണ്ട് ഡിസ്ക്രീറ്റ് ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നായിരിക്കും. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. റൂദർഫോർഡ് മോഡൽ പ്രകാരം ഇലക്ട്രോണിന് ഏത് പോസിബിൾ റേഡിയസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും, അല്ലേ? ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു റൂദർഫോർഡ് മോഡൽ എൻ ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഇൻ ഓർബിറ്റ്സ് ഓഫ് ഓൾ പോസിബിൾ റേഡിയൈ. അതുകൊണ്ട് ഇലക്ട്രോണുകൾ കണ്ടിന്യൂസ് ആയിട്ട് എനർജി എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും. പക്ഷേ ഹൈഡ്രജൻ പോലെയുള്ള ആറ്റത്തിൻ്റെ കേസിൽ കിട്ടുന്നത് എന്താണ്, ഡിസ്ക്രീറ്റ് ലൈൻ സ്പെക്ട്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുകൊണ്ട് റൂദർഫോർഡ് മോഡലിന് ഡിസ്ക്രീറ്റ് ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ ലിമിറ്റേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ഡെവലപ്പ് ചെയ്ത മോഡലാണ് ബോർ മോഡൽ. ഓക്കെ, ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ നീൽസ് ബോർ. ഓക്കെ, അദ്ദേഹം ഈ റൂദർഫോർഡ് മോഡലിലുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി 3 പോസ്റ്റുലേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ബോർ പോസ്റ്റുലേറ്റ്സ്. എന്തൊക്കെയാണ് ബോർ പോസ്റ്റുലേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ്. Bohr's first postulate was
that an electron in an atom could revolve in certain stable orbits without the emission of radiant energy. According to this postulate, each atom has certain definite stable states in which it can exist, and each possible state has definite total energy. These are called stationary states of the atom. റൂദർഫോർഡ് മോഡലിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്തായിരുന്നു? ഇലക്ട്രോണുകൾക്ക് ഏത് റേഡിയസുള്ള ഓർബിറ്റിലൂടെയും കറങ്ങാമെന്നാണ്. ഓക്കെ, അതായിരുന്നു അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുകാരണമാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. അതുപോലെ തന്നെ ഈ ഡിസ്ക്രീറ്റ് ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിന് കാരണവും അതായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ബോർ മോഡൽ ഈ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പോസ്റ്റുലേറ്റ് പ്രകാരം ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണുകൾ എല്ലായ്പ്പോഴും റിവോൾവ് ചെയ്യുന്നത് ഒരു സ്റ്റേബിൾ ഓർബിറ്റിലൂടെയാണ്. ഓക്കെ, ആ സ്റ്റേബിൾ ഓർബിറ്റിൻ്റെ പ്രത്യേകത ആ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് എന്തിനെ എമിറ്റ് ചെയ്യുന്നില്ല? റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ആൻഡ് ദാറ്റ് ഓർബിറ്റ്സ് ആർ കോൾഡ് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ഓർ സ്റ്റേബിൾ ഓർബിറ്റ്സ്. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ഓരോ ഓർബിറ്റിനും ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ട്. ദെർഫോർ ദീസ് ആർ കോൾഡ് എനർജി ലെവൽസ്. മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോസ്റ്റുലേറ്റിലേക്ക് പോവാം. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ് പറയുന്നത്. This postulate states that electron revolves around the nucleus only in those orbits for which the angular momentum is some integral multiple of h by 2 pi. അതായത് ഇലക്ട്രോണുകൾക്ക് എല്ലാ ഓർബിറ്റിലൂടെയും കറങ്ങാൻ സാധ്യമല്ല. അതിന് ഒരു പെർമിസിബിൾ ആയിട്ടുള്ള ഓർബിറ്റ് ഉണ്ട്. ഓക്കെ, ആ ഓർബിറ്റിലൂടെ ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കണമെങ്കിൽ അതൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ആ കണ്ടീഷൻ? ആ ഇലക്ട്രോണുകളുടെ ആംഗുലർ മൊമെൻറ്റം ഓക്കെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ 2 പൈ ആയിരിക്കണം. ദാറ്റ് ഈസ് എൽ ഈക്വൽ ടു എൻ ഇൻറ്റു എച്ച് ബൈ 2 പൈ, വേർ എൻ ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര കോൾഡ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണുകളുടെ ആംഗുലർ മൊമെൻറ്റം എച്ച് ബൈ 2 പൈ ആയി. അതായത് എച്ച് ബൈ 2 പൈ ആംഗുലർ മൊമെൻറ്റം ഉള്ള ഇലക്ട്രോണുകൾക്ക് മാത്രമേ ഒന്നാമത്തെ ഓർബിറ്റിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 2 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എൽ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പൈ എന്നാണ് കിട്ടുക. അതായത് 2h by 2 പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ പൈ. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓർബിറ്റിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം എച്ച് ബൈ 2 പൈ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? തേർഡ് ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണുകളുടെ ആംഗുലർ മൊമെൻറ്റം എത്രയാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? എൽ ഈക്വൽ ടു എൻ എച്ച് ബൈ 2 പൈ വേർ എൻ ഈസ് ഈക്വൽ ടു 3, സോ 3h by 2 പൈ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇലക്ട്രോണുകൾക്ക് മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേബിൾ ഓർബിറ്റിലൂടെ കറങ്ങാൻ സാധ്യമായിട്ടുള്ളൂ എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. സോ ദ ബോർ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. എന്താണ്? ഇൻ ബോർ മോഡൽ, അക്കോർഡിംഗ് ടു ബോർ മോഡൽ ഡാഷ് ഈസ് ക്വാണ്ടൈസ്ഡ്. എന്താണ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കുന്നത്? എന്താണ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കുന്നത്? ആംഗുലർ മൊമെൻറ്റം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അക്കോർഡിംഗ് ടു ബോർ മോഡൽ ആംഗുലർ മൊമെൻറ്റം ഈസ് ഡാഷ്. എന്താണ്? ക്വാണ്ടൈസ്ഡ്. മനസ്സിലായി? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. സോ ദിസ് ഈസ് ദ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ആൻഡ് വൺ മോർ പോയിന്റ്, ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബോർ ക്വാണ്ടം കണ്ടീഷൻ. ബോറിൻ്റെ ക്വാണ്ടം കണ്ടീഷൻ കൂടിയും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ബോർ ക്വാണ്ടം കണ്ടീഷൻ എൽ ഈക്വൽ ടു എൻ എച്ച് ബൈ 2 പൈ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പോസ്റ്റുലേറ്റിലേക്ക് പോവാം. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ്. തേർഡ് പോസ്റ്റുലേറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എൻ ഇലക്ട്രോൺ മൈറ്റ് മേക്സ് എ ട്രാൻസിഷൻ ഫ്രം വൺ ഓഫ് ഇറ്റ് സ്പെസിഫൈഡ് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ടു അനദർ ലോവർ എനർജി. വെൻ ഇറ്റ് ഡസ് സോ എ ഫോട്ടോൺ ഈസ് എമിറ്റഡ് ഹാവിംഗ് എനർജി ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ്. അതായത് ഇലക്ട്രോണുകൾക്ക്, അതായത് തേർഡ് പോസ്റ്റുലേറ്റ് പ്രകാരം ഇലക്ട്രോണുകൾ ഒരു ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്താം. അങ്ങനെ ട്രാൻസിഷൻ നടത്തുന്ന സമയത്ത് അത് ഫോട്ടോണുകളെ എമിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഓക്കെ, ആ റേഡിയേഷൻ്റെ എനർജി അല്ലെങ്കിൽ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണുകളുടെ എനർജി എന്തിനു തുല്യമാണ്? ആ ട്രാൻസിഷൻ നടക്കുന്ന എനർജി ലെവലുകളുടെ എനർജി ഡിഫറൻസിന് ഈക്വലാണ്. Okay, so energy of emitted radiation or photon is equal to energy difference between the levels. മനസ്സിലായില്ലേ? So we can find the frequency of emitted photon by using the equation EF minus EI is equal to h nu, where nu is the frequency of radiation emitted. And this condition is known as Bohr frequency condition. ഇതിൽ നമുക്ക് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ? ന്യൂ ഈസ് ഈക്വൽ ടു ഇ എഫ് മൈനസ് ഇ ഐ ഡിവൈഡ് ബൈ എച്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ എച്ച്.
മനസ്സിലായില്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ന്യൂ ഓർ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെവൽസ്. ദാറ്റ് ഈസ് ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ഇ. എന്ന് പറഞ്ഞാൽ എനർജി ഡിഫറൻസ് കൂടുതലാണെങ്കിൽ എമിറ്റഡ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. എനർജി ഡിഫറൻസ് കുറവാണെങ്കിൽ എമിറ്റഡ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി കുറവായിരിക്കും. മനസ്സിലായില്ലേ? കൂടാതെ നമുക്കൊരു കാര്യം കൂടി അറിയാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡയാണ്. ഓക്കെ, therefore we can write lambda proportional to 1 by delta E. എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എനർജി ഡിഫറൻസ്. എന്ന് പറഞ്ഞാൽ എനർജി ഡിഫറൻസ് കൂടുതലാണെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് കുറവായിരിക്കും. എനർജി ഡിഫറൻസ് കുറവാണെങ്കിൽ എമിറ്റ് ചെയ്യപ്പെട്ട റേഡിയേഷൻ്റെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. മനസ്സിലായോ? ആൻഡ് ദീസ് ഓൾ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റുലേറ്റ്സ് കൃത്യമായി പഠിച്ചു വെക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. ഇവിടെ നിങ്ങൾക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. സെൻട്രൽ ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നു. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ചാർജ് -e ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. സോ Z ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ട് ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിൻ്റെ മാസ് m ആണ്. നിങ്ങൾ വിചാരിക്കൂ ഇലക്ട്രോൺ കറങ്ങുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എത്രയാണ്? v ആണ്. ഓക്കെ, v ഈസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങളോട് ചോദിക്കുന്നത് റേഡിയസിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അതായത് ഇലക്ട്രോൺ കറങ്ങുന്ന ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോണിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി എത്രയാണെന്ന് ചോദിക്കാം. ഓക്കെ, ഇതൊക്കെ ഡെറിവേഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും പഠിച്ചു വെക്കുക. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ആണ്. ഓക്കെ, ഇനി ഇതൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് 2 ഇക്വേഷൻ മതി. ഒന്ന്, ബോറിൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് പ്രകാരം നമ്മൾ പഠിച്ചത് എന്താണ്? ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കുലാർ പാത്തിലൂടെ സഞ്ചരിക്കുന്നു. സർക്കുലാർ പാത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നതാരാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അതാണ് ഒന്നാമത്തെ ഐഡിയ. രണ്ടാമത്തെ ഐഡിയ എന്ത് അപ്ലൈ ചെയ്യുക? ബോറിൻ്റെ ക്വാണ്ടം കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് L ഈക്വൽ ടു NH/2π. ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോർ മോഡലുമായി ബന്ധപ്പെട്ട എല്ലാ ഇക്വേഷനും ഡിറൈവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ആണ്. ഫോർ ദാറ്റ് ഫസ്റ്റ് വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ. മനസ്സിലായോ? ഇവിടെയുള്ള കേസിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? m × v² ഡിവൈഡ് ബൈ r, where r is the radius of the orbit, is equal to electrostatic force. Electrostatic force എന്ന് പറഞ്ഞാൽ 1/4πε0 q1 q2 ഡിവൈഡ് ബൈ r² ആണ്. 1/4πε0 is equal to k. So we can write k into q1. ഇവിടെ q1 എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെ ചാർജ് ആണ്. അപ്പോൾ ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്? ഒരു പ്രോട്ടോണേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രോട്ടോൺ ആണെങ്കിൽ ചാർജ് ഇ ആണ്. സെറ്റ് പ്രോട്ടോണുകൾ ഉണ്ടെങ്കിലോ ZE. അപ്പോൾ q1ൻ്റെ സ്ഥാനത്ത് ZE കൊടുക്കാം. q2 എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. Okay, therefore E, so we can write k into ZE into E divided by r². ഇവിടെയുള്ള കേസിൽ ആറും ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് mv² ഈസ് ഈക്വൽ ടു kZE² ഡിവൈഡ് ബൈ r. ഇതിനെ റീറൈറ്റ് ചെയ്താൽ നമുക്ക് r ഈക്വൽ ടു kZE² ഡിവൈഡ് ബൈ mv² എന്ന് കിട്ടും. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ബോറിൻ്റെ ക്വാണ്ടം കണ്ടീഷനാണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ബോർസ് ക്വാണ്ടം കണ്ടീഷൻ എന്തായിരുന്നു കണ്ടീഷൻ? L ഈക്വൽ ടു NH/2π. ഓക്കെ, അവിടെ L എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റമാണ്. m ഈസ് ദ മാസ് ഓഫ് ദി ഇലക്ട്രോൺ, v ഈസ് ദ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് r ഈസ് ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. സോ വി നോ ദാറ്റ് ആംഗുലർ മൊമെൻറ്റം ഈസ് ഗിവൺ ബൈ mvr. സോ വി ക്യാൻ റൈറ്റ് mvr ഈക്വൽ ടു NH/2π. ഓക്കെ, ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് എൻ ഇക്വേഷൻ ഫോർ സ്പീഡ് v ഈക്വൽ ടു NH/2π mr. ശരിയല്ലേ? ഇനി ഈ വാല്യൂ നമ്മൾ നേരത്തെ കിട്ടിയ ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? r ഈക്വൽ ടു kZE² ഡിവൈഡഡ് ബൈ m ഇൻറ്റു v² ആണ്. അപ്പോൾ ഇവിടെയുള്ള കേസിൽ NH/2π mr ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ കിട്ടുന്നത് n²h² ഡിവൈഡഡ് ബൈ 4π² m² r². ശരിയല്ലേ? ഓക്കെ, ഇതിനൊന്ന് റീറൈറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഇവിടെയുള്ള കേസിൽ kZE² ഡിവൈഡഡ് ബൈ m ഇൻറ്റു n²h² ഇൻറ്റു 4π² m² ഇൻറ്റു r² എന്ന് കിട്ടും. ഇവിടെയുള്ള m ക്യാൻസൽ ചെയ്യാം. അതുപോലെ r r² ഒരു r ക്യാൻസൽ ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ്
റൈറ്റ് ഹാൻഡ് സൈഡിൽ 6 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് R ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ m ഇൻറ്റു kz e സ്ക്വയർ എന്നായിരിക്കും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ റേഡിയസ്. മനസ്സിലായില്ലേ? ഇതിനെ നമുക്ക് n സ്ക്വയർ r0 ഡിവൈഡ് ബൈ z എന്ന് എഴുതാം. ഓക്കെ, n സ്ക്വയർ r0 ഡിവൈഡ് ബൈ z. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ റേഡിയസ് ഓഫ് ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ എന്താണ് r0 എന്ന് പറയുന്നത്? നിങ്ങൾ ഇവിടെ നോക്കൂ, എന്തായിരിക്കും r0? ഹിയർ r0 ഈസ് ഈക്വൽ ടു h സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ m k e സ്ക്വയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 0.53 ആംസ്ട്രോം. ഓക്കെ, ദാറ്റ് ഈസ് 0.53 ഇൻറ്റു 10⁻⁻10 മീറ്റർ ആണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ബോർ റേഡിയസ്. ഓക്കെ, അപ്പോൾ ബോർ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ ആണെന്ന് വളരെ എളുപ്പത്തിൽ പറയാം. ഇറ്റ്സ് വാല്യൂ ഇസ് h സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ m k e സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് റേഡിയസിൻ്റെ ഇക്വേഷൻ കിട്ടിയത് Rn ഈസ് ഈക്വൽ ടു n സ്ക്വയർ r0 ഡിവൈഡ് ബൈ z ആണ്. വി ക്യാൻ റൈറ്റ് Rn ഈസ് പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ ബൈ z. മനസ്സിലായില്ലേ? സോ റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ ബൈ z. ആൻഡ് വി നോ ദാറ്റ് ഫോർ ഹൈഡ്രജൻ ആറ്റം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് z? 1 ആണ്. ദെർഫോർ Rn ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? Rn ഈസ് ഈക്വൽ ടു n സ്ക്വയർ r0 എന്ന് എഴുതാം. ഓക്കെ, വേർ n ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് കാണുന്നതെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. സെക്കൻഡ് ഓർബിറ്റിൻ്റെ ആണ് കാണുന്നതെങ്കിൽ എൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. തേർഡ് ഓർബിറ്റിൻ്റെ ആണ് കാണുന്നതെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. സോ വി ക്യാൻ റൈറ്റ് എ റേഷ്യോ ഓഫ് റേഡിയസ് ആസ് r1 ഈസ് ടു r2 ഈസ് ടു r3 എക്സെട്ര ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ഈസ് ടു 2 സ്ക്വയർ ഈസ് ടു 3 സ്ക്വയർ എക്സെട്ര. That is 1 is to 4 is to 9 is to etc. So these are very important questions. അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. മനസ്സിലായല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ടത് Rn ഈസ് ഈക്വൽ ടു n സ്ക്വയർ ബൈ z ഇൻറ്റു r0 എന്നാണ്. ആൻഡ് r1 ഈസ് ടു r2 ഈസ് ടു r3 ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 4 ഈസ് ടു 9 ഈസ് ടു എക്സെട്ര. ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ ഈസ് സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്. ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബോറിൻ്റെ ക്വാണ്ടം കണ്ടീഷനാണ്. ദറ്റ് ഈസ് L ഈക്വൽ ടു NH ബൈ 2π. അവിടെ L എന്ന് പറയുന്നത് MVR ആണെന്ന് അറിയാം. സോ MVR ഈക്വൽ ടു NH ബൈ 2π. സോ V ഈസ് ഈക്വൽ ടു NH ബൈ 2πmr. സോ ദിസ് ഈസ് ദ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് R. ഓക്കെ, R ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ m kz e സ്ക്വയർ ആണെന്നറിയാം. അതിൻ്റെ വാല്യൂ ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? V ഈക്വൽ ടു NH ഡിവൈഡ് ബൈ 2πm ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ m kz e സ്ക്വയർ. ഓക്കെ, ഇവിടെയുള്ള കേസിൽ എമ്മും ക്യാൻസൽ ചെയ്യാം, പയ്യും ക്യാൻസൽ ചെയ്യാം, 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം, താഴെ 2 വരും. ഓക്കെ, അതുപോലെ എന്നും ക്യാൻസൽ ചെയ്യാം, എച്ചും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിതിനെ റീറൈറ്റ് ചെയ്താൽ എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് 2π kz e സ്ക്വയർ divided by n into h. So this is the equation for speed. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. ഇക്വേഷൻ ഇതായിരുന്നു, v is equal to 2π kz e square divided by n into h. ഈ ഇക്വേഷനെ ഞാൻ c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2π k e square divided by hc into cz divided by n എന്ന് എഴുതാം. ശരിയല്ലേ? v ഈക്വൽ ടു ആൽഫ സി സെഡ് ഡിവൈഡഡ് ബൈ n, വേർ ആൽഫ ഈസ് ഈക്വൽ ടു 2π k e സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് സി. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 1/137 ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആൽഫയെ വിളിക്കുന്ന പേരെന്താണ്? ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ് എന്നാണ്. മനസ്സിലായില്ലേ? ആ വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? v ഈക്വൽ ടു c ഡിവൈഡഡ് ബൈ 137 into z divided by n. So this is the equation for speed of electron in an orbit. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കറിയാം for hydrogen atom z is equal to 1, therefore vn is equal to c divided by 137 n എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ സ്പീഡ് കിട്ടും. സോ v1 ഈസ് ഈക്വൽ ടു c ഡിവൈഡ് ബൈ 137 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻8 ഡിവൈഡ് ബൈ 137. ദാറ്റ് ഈസ് v1 ഈസ് ഈക്വൽ 2.2 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സ്പീഡ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ V = NH/2πmr എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ചിലപ്പോൾ ചോദിക്കുന്ന ഇതായിരിക്കും, പ്രൂവ് ദാറ്റ് സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ഈസ് ഈക്വൽ ടു 1/37 ടൈംസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് V1 = C/137 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ അവസാനം വരെ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? കൂടാതെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇവിടെ സ്പീഡ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? V ∝ Z/m. ശരിയല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് നമ്പർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത് ടോട്ടൽ എനർജിയുടെ ഇക്വേഷനാണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്? ഓക്കെ, ടോട്ടൽ എനർജി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, കൂടാതെ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ കൊടുത്താൽ കിട്ടുന്നത് kZd²/2r എന്ന് കിട്ടും. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1/4πε0 Q1 Q2/r ആണ്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ -kZd²/r ആയിരിക്കും. ഇനി ഈ വാല്യൂസ് നമ്മൾ മുന്നേയുള്ള ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി എന്ത് കിട്ടും? E = -kZd²/2r എന്ന് കിട്ടും. അവിടെ ആറിൻ്റെ സ്ഥാനത്ത് ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും, -2π²mk²Z²e⁴/n²h². ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു -13.6 Z² electron volt /n². സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഈ നെഗറ്റീവ് സൈൻ്റെ മീനിങ് എന്താണ്? ഹിയർ ദ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് എ ബൗണ്ട് സിസ്റ്റം. എന്ന് പറഞ്ഞാൽ ഇതൊരു ബൗണ്ട് സിസ്റ്റമാണ്. ഫോർ എ ബൗണ്ട് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ എനർജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എനർജിയുടെ ഡെറിവേഷൻ പഠിച്ചു വെക്കുക, അതുപോലെ തന്നെ എനർജിയുടെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒന്നുകിൽ പ്രോബ്ലം ആയിരിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം എങ്ങനെ വരക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ടോട്ടൽ എനർജി കാണാനുള്ള ഇക്വേഷൻ അറിയാം. En = -13.6 ഇലക്ട്രോൺ വോൾട്ട് /n² എന്നാണ്. ഫോർ ഹൈഡ്രജൻ ആറ്റം Z = 1, അതുകൊണ്ട് Z² 1 ആയി മാറി. അതുകൊണ്ട് നമുക്ക് En = -13.6 n² ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതാം. ഇനി നിങ്ങൾ എന്നിൻ്റെ വാല്യൂ കൊടുക്കുക. ഫോർ n = 1, n 1 എന്ന് പറയുമ്പോൾ അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ദാറ്റ് ഈസ് ഫസ്റ്റ് എനർജി ലെവൽ. ഓക്കെ, അത് കൊടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? E1 = -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലിൻ്റെ വാല്യൂ എത്രയാണ്? -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫോർ n = 2, എന്നിൻ്റെ വാല്യൂ 2 കൊടുത്താൽ ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് എനർജി ലെവൽ, ഓർ ഇറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, സെക്കൻഡ് എനർജി ലെവൽ ഈസ് കോൾഡ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ E2 = എന്താ കിട്ടുക? -13.6 / 2² ദാറ്റ് ഈസ് 4 ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് -3.4 ഇലക്ട്രോൺ വോൾട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സെക്കൻഡ് എനർജി ലെവലിൻ്റെ എനർജി എത്രയാണെന്ന് വെച്ചാൽ -3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഫോർ n = 3, E3 = -13.6 ഇലക്ട്രോൺ വോൾട്ട് /9 എന്നാണ്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് -1.51 ഇലക്ട്രോൺ വോൾട്ട്. For n = 4, E4 = -13.6 electron volt /16 and its value is equal to -0.85 electron volt. For n = 5, E5 is equal to -13.6 electron volt /25 and its value is -0.54 electron volt. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ എനർജി ലെവലിൻ്റെയും എനർജി കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് എനർജി ലെവൽ ഈസ് കോൾഡ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, തേർഡ് എനർജി ലെവൽ ഈസ് കോൾഡ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഫോർത്ത് എനർജി ലെവൽ ഈസ് കോൾഡ് തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് സോ ഓൺ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എനർജി ലെവൽ ഡയഗ്രമാണ് വരക്കേണ്ടത്. ഓക്കെ, അത് വരച്ചിരിക്കുന്നത് നോക്കൂ. ഈ കാണിച്ചിരിക്കുന്നതാണ് എനർജി ലെവൽ ഡയഗ്രാം. നിങ്ങൾ നോക്കൂ. ഫോർ n = 1, എനർജി ഈസ് -13.6, n = 2, -3.4, n = 3, -1.51, n = 4, it is -0.85, n = 5, it is -0.54, and for n = infinity, what is the energy? 0 ആണ് അല്ലേ? -13.6 / ∞² 0 ആണ്. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി എത്രയാണ്? 0 ആണ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ എനർജി ലെവലും രണ്ടാമത്തെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ?
രണ്ടാമത്തെ മൂന്നാമത്തെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. 4ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. എന്താ കാണാൻ പറ്റുന്നത്? എനർജി ലെവൽസ് എന്ത് ചെയ്യുന്നു? അടുത്തടുത്ത് വരുന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ കൂടും തോറും എനർജി ലെവൽസ് എന്ത് ചെയ്യുന്നു? അടുത്തടുത്ത് വരുന്നു. സോ ആസ് the principal quantum number n increases, energy levels comes closer and closer. So these are very important points. Okay, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.